സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോളാണ് ക്ലീൻ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഹോള് സിറ്റ് ഔട്ട് ഒക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണിലോട്ട് കയറി. ഇന്നത്തെ പ്രത്യേകത ഞാൻ തന്നെ ഉള്ളൂ, വീട്ടിൽ ആരും ഇല്ല. അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് തന്നെ ചെയ്ത് അപ്പോൾ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല പണിയുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം നമ്മൾ ഹോള് ചെയ്തതുപോലെ തന്നെ ഇവിടുത്തെയും ജനലുകളാണ് വൃത്തിയാക്കിയത്. ഇവിടെ നമുക്ക് 3 സെറ്റ് ജനലാണുള്ളത്. ഒരു സിംഗിള്, പിന്നെ ഒരു 3 പാളി, ഒരു ഡബിൾ, അങ്ങനെ 3 സെറ്റ് ജനലുണ്ട്. ആദ്യം ജനലുകൾ ഞാൻ വൃത്തിയാക്കി ഒരു ചൂലും കൊണ്ടൊന്ന് തട്ടിക്കുടഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിലന്തി വല അടിക്കുന്ന സാധനം വെച്ചിട്ട് വീണ്ടും ഒന്ന് തട്ടിയിട്ടാണ് കേട്ടോ തുടച്ചെടുത്തത്. പിന്നെ ഗ്ലാസ് ന്യൂസ് പേപ്പർ ഇട്ട് തുടച്ചു. കുറച്ച് നീണ്ട പരിപാടിയായിരുന്നു അത്രയും ജനൽ സെറ്റാക്കിയപ്പോഴത്തേനും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുക്കളയിൽ വന്നിട്ട്, അടുക്കളയിൽ നമുക്ക് ഷെയ്ഡുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ്, പക്ഷേ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കേട്ടോ. അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് ഇങ്ങനെ പുകയറ എങ്ങാനും കയറിയാലോ എന്ന് കരുതിയിട്ട് മമ്മി അതാണ് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കവറിലാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒക്കെ മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് പൊടിയൊക്കെ ഉള്ളത് ഒന്ന് തട്ടിക്കളഞ്ഞു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഗ്യാസ് ഇരിക്കുന്ന ഭാഗം. ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ജനലൊക്കെ വൃത്തിയാക്കിയപ്പോഴത്തേനും ചിലന്തി വല അടിച്ചപ്പോൾ ഞാൻ അടുക്കള മൊത്തത്തിൽ ചിലന്തി വല അടിച്ചായിരുന്നേ. അപ്പോൾ അങ്ങനെ ചിലന്തി വല അടിച്ചപ്പോഴും ഉള്ള പൊടിയും ചിലന്തി വലയുടെ ഇതെല്ലാം കൂടി ഇവിടെ വീണിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ സോപ്പിട്ട് കഴുകുന്നത്. നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം തന്നെ ഇട്ടിട്ടാട്ടോ. ലിക്വിഡ് അല്ല കേട്ടോ, എക്സോടെ സോപ്പ് തന്നെ കേട്ടോ. ഗ്യാസ് സ്റ്റവും വൃത്തിയാക്കി, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പ് മുഴുവനും ഞാനവിടെ തേച്ച് കഴുകിയെടുത്തു. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഒരുപാട് കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഡാപ്പൊടിയും വിനാഗിരിയും കൂടെ, അതും പിന്നെ നമ്മുടെ സോപ്പിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് കഴുകിയാൽ ആ ഒരു കറകളൊക്കെ അങ്ങ് പോയി കിട്ടും. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഗ്യാസ് സ്റ്റൗവിലില്ല. കുറച്ച് നമ്മൾ ഈ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വൃത്തിയാക്കിയില്ല. കിച്ചൺ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളേ ഉള്ളൂ. അത് അങ്ങനെ സോപ്പിട്ട് വൈപ്പ് ചെയ്തപ്പോഴത്തേന് പോയ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കൗണ്ടർ ടോപ്പെല്ലാം വൃത്തിയാക്കി, അതായത് അത് ഇരുന്നത് പോലെ തന്നെ അവിടെ ഗ്ലാസ്സൊക്കെ വെക്കുന്നത് നമ്മളവിടെ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡുകളൊക്കെ തേച്ച് കഴുകി ഗ്ലാസ്സൊക്കെ തിരിച്ചിട്ട് അവിടുത്തെ നമ്മൾ ഓരോ ഏരിയ ആയിട്ട് ഞാനങ്ങ് ക്ലീൻ ചെയ്ത് പോയത്. അല്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരി ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഒരു പരുവം ആവാതെ ഓരോരോ ഭാഗം ക്ലീൻ ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് തന്നെ കേട്ടോ പോയത്. പിന്നെ നമ്മുടെ ഈ ഒരു കിച്ചണിൽ ഈ ഒരു കബോർഡുണ്ട്, ആ ഒരു കബോർഡ് വൃത്തിയാക്കി. അതിനകം മമ്മി കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അകത്തോട്ട് പിന്നെ ക്ലീൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ആ ഡോറും ആ ഒരു ഗ്ലാസ്സൊക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ താഴെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഭാഗമാണ്. നല്ല പണിക്കുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ കാണുന്നത് പോലെ അത്ര എളുപ്പം ഉണ്ടായിരുന്ന സംഭവമല്ല. അവിടെയൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ട്, അതായത് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടിട്ടാട്ടോ അതിൻ്റെ മണ്ടേ പാത്രങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ പഴയ പേപ്പറുകൾ മുഴുവൻ മാറ്റി അവിടെ എല്ലാം തൂത്തുവാരി പുതിയ പേപ്പർ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിലാട്ടോ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തില്ല. നിങ്ങൾ ഒരു ട്രാൻസിഷൻ പോലെ നിങ്ങളത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ മേളിൽ ആ ഒരു ഷെൽഫൊക്കെ വൃത്തിയാക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് മാറ്റി കേട്ടോ. അവിടെ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയൊരു കൗണ്ടർ ടോപ്പായി ഇവിടെ കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അങ്ങനെ അവിടെയാണ് നമ്മുടെ ഗ്രൈൻഡർ, മിക്സി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ മുമ്പ് മറ്റേ സൈഡ് സോപ്പിട്ട് കഴുകി ഇതുപോലെ ആ ഒരു ഭാഗവും ഞാൻ ഫുള്ള് കഴുകിയെടുത്തു. എന്നിട്ട് പൈപ്പ് 2 ടാപ്പ് ഞാൻ വൃത്തിയാക്കി. ഈ ഒരു ബ്രഷ് ഇട്ടാട്ടോ, ഇത് പൈപ്പ് കഴുകാൻ വേണ്ടിയിട്ട്, ടാപ്പ് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന ബ്രഷാണ്. ആ ഒരു ബ്രഷ് ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി കൊടുത്തു. ഈ ഒരു ടാപ്പ് ഇത്രേ വെളുക്കത്തുള്ളൂ കേട്ടോ. ഈ അടുപ്പിൻ്റെ അവിടെ ആയതുകൊണ്ട് ഈ പുകയുടെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഒരു കളറേ കിട്ടും. എന്നെ മാക്സിമം ഞാൻ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്.
അത് സെറ്റായിട്ടുണ്ട്. ആ ഒരു ടാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മോട്ടർ അടിക്കുന്ന സമയത്ത് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം പിടിക്കും. അതാട്ടോ നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടാപ്പ് അതിൻ്റേതാണ്. അപ്പം ബക്കറ്റിലായിട്ട് പിടിച്ചിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 ടാപ്പും വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് സിങ്ക് വൃത്തിയാക്കി. ഞാനിതെല്ലാം നമ്മുടെ ഈ ഒരു പാത്രം കഴുകുന്ന എക്സോടെ സോപ്പ് കൊണ്ട് തന്നെ കേട്ടോ ക്ലീൻ ആക്കുന്നത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുന്നു. ഒരു സിങ്കിലൊക്കെ കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റേ നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ, ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ഉള്ള മിക്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ യൂസ് ചെയ്ത ബ്രഷുകളും നമ്മുടെ സ്ക്രബും കാര്യങ്ങളും ഒക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അങ്ങ് വെക്കുന്നുണ്ട്. അപ്പം സോപ്പ് വേറെ സെപ്പറേറ്റ്, സ്ക്രബൊക്കെ സെപ്പറേറ്റ് പാത്രത്തിലാക്കി അവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ അവിടുത്തെ പേപ്പറുകളൊക്കെ മാറ്റി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം പൊടിയുണ്ട്. ഇത്രയും പൊടിയല്ല, പേപ്പറും കാര്യങ്ങളെല്ലാം കൂടെ കുറേ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ആദ്യം പേപ്പറും കാര്യങ്ങളും ഒക്കെ വാരിക്കൊണ്ട് കളഞ്ഞു. അതിന് ശേഷമുള്ള പൊടി മാത്രമാണ് ഈ കാണുന്നത്. നമ്മുടെ വീട് നമ്മൾ എന്നും തൂക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഉള്ള പൊടിയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അല്ലാതെ തൂക്കാതെ ഇട്ടിട്ട് തൂക്കാതെ ഇട്ടേക്കുന്നതല്ല. നമ്മൾ എന്നും വൃത്തിയാക്കുന്നുണ്ട്. എല്ലായിടവും ഇങ്ങനെ ഒന്ന് അടുക്കി പറക്കി വൃത്തിയായിട്ട് തൂക്കുമ്പോഴത്തേന് നമുക്ക് ഏകദേശം ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് വൃത്തിയാക്കുന്നത് നമ്മുടെ അടുപ്പിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് വെച്ച ചാരവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാരിക്കൊണ്ട് കളഞ്ഞു. എന്നിട്ട് ഞാൻ വൃത്തിയാക്കുകയാണ്. ഇന്ന് എല്ലാ വീടുകളിലൊന്നും നമ്മുടെ വിറകടുപ്പില്ല. അപ്പോൾ ഉള്ളവർക്കറിയാം ഈ ഒരു ഭാഗത്തെ കരിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര തേച്ചൊരച്ച് കഴുകിയാലും അത് അതുപോലെ തന്നെ നിൽക്കും. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ. എന്നാലും ഞാൻ എൻ്റെ പറ്റുന്ന മാക്സിമം ഒന്ന് തേച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. ഈ മിക്സി അത്യാവശ്യം നീറ്റായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളമൊന്നും തൊടാതെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു 30 വർഷത്തിലേറെ ആയിട്ടുള്ള മിക്സിയാണ്. ഇതിപ്പോഴും ഇതുപോലെ വർക്ക് ചെയ്യാൻ കാരണം മമ്മി അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാട്ടോ. അങ്ങനെ മിക്സിയൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു. ഇനി ഞാൻ പിന്നെ ഫ്രിഡ്ജാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. ഫ്രിഡ്ജ് ആക്കമൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് പുറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് നീറ്റാക്കുന്നത് മാത്രമേ ഉള്ളൂ. അകം അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്നാലും കുറേ പച്ചക്കറികളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നത് വൃത്തിയാക്കുന്നില്ല. ഈ ഓണം സീരീസിൽ തന്നെ നമുക്കത് വൃത്തിയാക്കുന്നൊരു വീഡിയോ എടുക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടം നമ്മുടെ തുടച്ച് ഇടലാട്ടോ. എനിക്ക് എപ്പോഴും തോന്നുന്നത് നമ്മൾ ടൈൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഈ ഒരു മാർബിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര നീറ്റാക്കിയാലും ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അതെന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല. ഇത് ക്ലീൻ ചെയ്യാൻ വല്ല ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നവരെ എനിക്കോടൊന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ. ടൈൽസ് നമ്മൾ വൃത്തിയാക്കുമ്പോഴത്തേന് എത്ര കറയാണെങ്കിലും നമുക്കത് പോയി കിട്ടുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ ഇതങ്ങനല്ല, കുറച്ച് പാടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പം ഓർഗനൈസ് ചെയ്ത് ഒരുപാട് കുളമൊന്നും ആക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2 പേരും മമ്മിയും ഞാനും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ 2 പേർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ വെച്ചിട്ടേ കാര്യമുള്ളൂ. ഓർഗനൈസ് ചെയ്ത് ഭയങ്കര ഭംഗിയാക്കിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ തീരും. അതുകൊണ്ട് ഞാൻ ഇരുന്നത് പോലെ തന്നെ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓണം സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.